വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഹസ്ബൻഡിന് ഓഫ് ഡേ ആയിട്ടുള്ള ഒരു ദിവസമാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ ചിപ്പി എടുക്കാൻ പോവാണ്. ഇന്നത്തെ സ്പെഷ്യൽ ചിപ്പിയും കപ്പയും അവിച്ചത്. ചിപ്പി എടുത്ത് വെള്ളത്തിൽ വരുന്നത് കണ്ടോ? വെള്ളം വരുന്നുണ്ട്, ചിപ്പി കൊണ്ട് വെള്ളം വരുന്നുണ്ട്. ചിപ്പി എത്തിക്കഴിഞ്ഞു. ഇന്ന് നമ്മൾ ചിപ്പി 300 രൂപയ്ക്ക് വാങ്ങിച്ച്. ഈ ചിപ്പി എടുക്കാൻ പോകുന്ന മാമനാണെങ്കിൽ നമുക്കറിയാമെന്നുള്ള ആളായതുകൊണ്ട് തന്നെ നമുക്ക് കുറച്ച് ചിപ്പി ഫ്രീ ആയിട്ടും തന്ന്, അതായത് കുറച്ച് മുതുവ ചിപ്പി എന്ന് പറഞ്ഞ് കുറച്ച് വലിയ ചിപ്പി അത് നമുക്ക് ഫ്രീ ആയിട്ടും തന്നു. അപ്പം ഒരു കവറ് പകുതിയോളം ഉണ്ട്. അത് കൊണ്ടുവന്ന് വീട്ടിൽ കൊണ്ടുവന്ന് നന്നായിട്ട് വൃത്തിയാക്കി. ഇത് വൃത്തിയാക്കാൻ ഒത്തിരി പാടാണ് കേട്ടോ. അതിൻ്റെ പുറത്ത് നല്ല മണ്ണും ചകിരി പോലത്തെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതൊക്കെ വൃത്തിയാക്കി എടുത്തു. എന്താണ് സ്പെഷ്യൽ? ഇന്ന് ചിപ്പിയും മരിച്ചിനെയും അവിച്ചത്. ഇതിൻ്റെ മെയിൻ കോമ്പിനേഷൻ എന്ന് പറയുന്നത് മരിച്ചിനെയും കൂട്ടി കഴിക്കുകയാണ്. ചിപ്പിയും മരിച്ചിനും ഒരുമിച്ചിട്ട് വേവിച്ച് കഴിക്കുക. ചിപ്പിയും കപ്പയും എല്ലാം വൃത്തിയാക്കി കഴിഞ്ഞാൽ ആദ്യം നല്ല വലിയൊരു പാത്രം എടുക്കുക. എല്ലാം കൊള്ളുന്ന വിധത്തിൽ. ഇത് വെന്ത് വരുമ്പോഴത്തേക്ക് ഇത് പൊങ്ങി വരും. അതുകൊണ്ട് തന്നെ ഒരു വലിയ പാത്രം എടുത്ത് അടിഭാഗത്ത് ആദ്യം കപ്പ ഇടുക, മരിച്ചിനി ഇടുക, അതിൻ്റെ പുറത്ത് ചിപ്പി കഴുകി ഇടുക. ഇതിൽ വെള്ളം ഒഴിക്കാതെയാണ് നമ്മൾ വേവിക്കുന്നത്. ചിപ്പി മരിച്ചിനിയും വെന്താ ഇങ്ങനെ ഇത് ഓപ്പണായി വരും. അപ്പോഴാണ് വെന്തെന്നറിയുന്നത്. നമുക്കൊരെണ്ണം ചൂടോട് കൂടി എടുക്കാം. ഇങ്ങനെ എടുക്കുക. അയ്യോ, അത് താഴെപ്പോയി, സാരില്ല, പാളിപ്പോയി. വേറൊരെണ്ണം എടുക്കാം. ഇങ്ങനെ എടുക്ക. അയ്യോ ചൂടേ. ഇങ്ങനെ എടുക്കാം. വേണോ? ഒരു വലുത് കിട്ടിയിട്ടുണ്ട്. അയ്യോ, ഇങ്ങോട്ട് നോക്ക്. ഇത്രയും വലുതാണ്. ഇത്രയും വലുത് കണ്ടിട്ടുണ്ടോ? കൊതിടല്ലോ. ഇനി സായിന് ഒരെണ്ണം കൊടുക്കാം. സായിന് ഒരു ചെറുത് കൊടുക്കാം. കാക്കില് വെള്ളം ഊറുന്നേട്ട. എങ്ങനെയുണ്ട്? ചിപ്പിയുടെ കൂടെ കഴിക്കാൻ ഒരു മുളക് ചമ്മന്തി. കുറച്ച് മുളക്, പുളി, ഉപ്പും കൂടെ ഇട്ട്
മുളക് ചമ്മന്തി റെഡിയായി. കുറച്ച് എണ്ണ ഒഴിച്ച് അത് മാറ്റി വയ്ക്കുക. ഇന്ന് വ്ളോഗ് എടുക്കുന്നത് കൊണ്ട് തന്നെ കുറച്ച് പ്രൊഫഷണൽ പരമായിട്ട് വാഴയിലയിലാണ് ഇന്ന് നമ്മൾ ചിപ്പി കഴിക്കാൻ പോകുന്നത്. വാഴയിലയൊക്കെ കൊണ്ടുവച്ചു, മുളക് ചമ്മന്തിയും കൊണ്ടുവച്ചു. അടുത്ത് നമ്മൾ ചിപ്പി എടുക്കാൻ പോവുകയാണ്. ചിപ്പി നന്നായിട്ട് വെന്തു. ചിപ്പിയും മരിച്ചിനിയും എടുത്ത് ചിപ്പിയും മരിച്ചിനിയും എല്ലാവർക്കും ഇങ്ങനെ കഴിക്കുന്നത് ഇഷ്ടമാവണമെന്നില്ല. പക്ഷെ നമുക്കിതാണ് ഇഷ്ടം. ചിലവർക്ക് ചിപ്പി ഫ്രൈ ചെയ്ത് കഴിക്കുക, തോരൻ വെച്ച് കഴിക്കും, അത് പെരട്ടാക്കി കഴിക്കും, അങ്ങനെ പല രീതിയിലും കഴിക്കാം. പക്ഷെ നമുക്ക് കുറച്ചുകൂടെ ഇഷ്ടം ഇതാണ്. പിന്നെ ഇനി എല്ലാം കഴിക്കുമെന്നല്ല, ബാക്കി വരുന്നതിനെടുത്ത് ഫ്രൈ ചെയ്യുകയോ തോരൻ ചെയ്യുകയോ എന്തെങ്കിലും ചെയ്യും. ബാക്കി വരുന്ന ചിപ്പീനെ ഞാൻ 3 രീതിയിൽ ചെയ്യാറുണ്ട്. ഒന്ന് ഫ്രൈ ചെയ്യാറുണ്ട്, പിന്നെ തോരൻ വയ്ക്കും, പിന്നെ പെരട്ടിയെടുക്കും. ഇത് 3ആണ് നമ്മളിവിടെ ചെയ്യാറുള്ളത്. ആദ്യം ഇങ്ങനെയാണ് കഴിക്കുന്നത്. ആദ്യം അവിച്ച് കഴിക്കുക. പ്രൊഫഷണലായിട്ട് നമുക്ക് ചിപ്പി പരിച്ചിന് എങ്ങനെ കഴിക്കാം? തുറക്കുക, ഇങ്ങനെ എടുക്കുക, ഈ സാധനം എടുത്ത് കളയുക, കുറച്ച് മുളക് ചമ്മന്തി ഫില്ല് ചെയ്യുക, മരിച്ചിനി വയ്ക്കുക, ട്രൈ ചെയ്യാത്തവരും ട്രൈ ചെയ്ത് നോക്കൂ. അടുത്ത വീഡിയോ വീണ്ടും കാണാം. അതുവരെ ബൈ ബൈ.